ഇറാനും US തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ വലിയ പങ്കുവഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. 15 ദിവസത്തെ സീസ് ഫയർ സാധ്യമാക്കിയത് പാകിസ്ഥാൻ്റെ ഇടപെടലിലൂടെയാണ്. ഇസ്ലാമാബാദിലേക്ക് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ പതിച്ചു. സാമ്പത്തികമായി, രാഷ്ട്രീയമായി അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന പാകിസ്ഥാന് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു മധ്യസ്ഥ ചർച്ച. 2011 ശേഷം ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. 1979 ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യത്തെ ഒരു ഡയറക്റ്റ് ടോക്ക് നടക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ആ സന്ധി സംഭാഷണത്തിന് വേദിയാകാൻ പാകിസ്ഥാന് കഴിഞ്ഞു. വലിയ രീതിയിൽ മാനക്കേടുണ്ടാക്കുന്ന വാർത്തയാണ് ഇസ്ലാമാബാദിൽ നിന്നും വരുന്നത്. പഞ്ചനക്ഷത്ര ഹോട്ടലായ സെറീന ഹോട്ടലിലെ ബിൽ അടക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ. വാർത്ത ശരിയാണെങ്കിൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക പരാധീനതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം നടന്ന ഹോട്ടലിൻ്റെ ബില്ല് പോലും അടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്നത് പാകിസ്ഥാൻ്റെ ക്രെഡിബിലിറ്റിയെയും അവരുണ്ടാക്കിയ ഇമേജിനെയും തകർക്കുന്ന വാർത്തയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല.